നത്തിങ്ങിൻ്റെ നത്തിങ് ഫോൺ 2A എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ചില ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നത്തിങ് ഫോൺ 2A എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നത്തിങ് ഫോൺ 2A 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 120 Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലിഫ് ഇൻ്റർഫേസ് എന്നുള്ള ഫീച്ചർ വരുന്നതായിരിക്കും. നത്തിങ് ഫോണിനുള്ളിൽ പൊതുവേ കാണുന്നൊരു കാര്യമാണ് ഗ്ലിഫ് ഇൻ്റർഫേസ് എന്നുള്ള കാര്യം. അതായത് ഫോണിൻ്റെ ബാക്കിൽ കുറേ LED ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ബ്ലാക്ക് അതുപോലെ തന്നെ വൈറ്റ് എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7200 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പോൾ നത്തിങ് ഫോൺ 1 എന്ന ഫോണിൽ സ്നാപ്ഡ്രാഗൺ 778G+ എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രോസസ്സറിൻ്റെ ആ ഒരു ലെവലിൽ വരുന്ന ഒരു പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സറും. എന്നാലും സ്ലൈറ്റ്ലി ബെറ്റർ ആണ് എന്നും പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. നത്തിങ് OS സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ ഈ ഒരു ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കും ഇതിൽ വരാൻ സാധ്യതയില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ നത്തിങ് ഫോൺ 1 സോണിയുടെ സെൻസറൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ഫോണിലോട്ട് വരുമ്പോൾ സാംസങ് GN9 സെൻസർ വന്നേക്കാം. പിന്നെ 50 MP സാംസങ് JN1 ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ വന്നേക്കാം. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 32 MP സോണി IMX 615 സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ പൊതുവേ നത്തിങ്ങിൻ്റെ ഫോണിനുള്ളിൽ വലിയ യൂസ് ഒന്നും ഇല്ലാത്ത വേസ്റ്റ് ആയിട്ടുള്ള 2 MP ക്യാമറ സെൻസേഴ്സ് ഒന്നും വരാറില്ല. ഈ ഫോണിനുള്ളും അതുപോലെ വരാൻ ചാൻസ് ഇല്ല. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി വന്നേക്കാം. 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നതായിരിക്കും. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വന്നേക്കാം. കൺഫർമേഷൻസ് ഇല്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ വരാൻ ചാൻസ് ഇല്ല. ചാർജർ നമ്മൾ മിക്കവാറും സെപ്പറേറ്റ് മേടിക്കേണ്ടി തന്നെ വരും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ February 27 മൊബൈൽ വേൾഡ് കോൺഗ്രസ് 2024 നടക്കുന്നുണ്ട്. ആ ഒരു ഇവൻറ്റിൽ വെച്ചിട്ട് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നുമില്ല. ഇപ്പം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ അങ്ങനെയാണ് പറയുന്നത്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പം ഈ ഒരു ഫോൺ ചിലപ്പം ഒരു 32,000-33,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. നത്തിങ് ഫോൺ 2 എന്ന ഫോണിൻ്റെ താഴെയായിരിക്കും ഈ ഫോൺ വരിക. എന്നാൽ വില ചിലപ്പം നത്തിങ് ഫോൺ 1 കുറച്ചും കൂടി കൂടാനും ചാൻസ് ഉണ്ട്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും നത്തിങ്ങിൻ്റെ നത്തിങ് ഫോൺ 2A എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.